ജീവിതം എന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വഴികളെക്കാൾ നമ്മെ തിരഞ്ഞെടുക്കുന്ന ദൈവവിളിയുടെ അപ്രതീക്ഷിത യാത്രയാണ്. നിയമത്തിൻ്റെ കടുപ്പമുള്ള ലോകം, യൂണിഫോമിൻ്റെ അധികാരവും ഉത്തരവാദിത്വവും പേറി കുറ്റവാളികളെയും നീതി നിഷേധിക്കപ്പെട്ടവരെയും കണ്ടറിഞ്ഞ ഒരു നിയമപാലകൻ. അവിടെ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ലോകത്തേക്ക് സ്വയം സമർപ്പിച്ച ഒരു വൈദികനിലേക്കുള്ള ദൂരം എത്രയാണ്? പോലീസ് സ്റ്റേഷനിലെ കസേരയിൽ നിന്ന് കുമ്പസാരക്കൂടിൻ്റെ മറവിലേക്ക് അദ്ദേഹം നടന്നെടുത്ത ആത്മീയ വഴി എന്താണ്? ഇന്ന് ചോസൺ എന്ന എപ്പിസോഡിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്നത് അത്തരത്തിൽ ഒരു വൈദികനാണ്. 6 വർഷം നിയമപാലകന്റെ യൂണിഫോം ധരിച്ച അദ്ദേഹം ഇന്ന് ഒരു വൈദികനായിരിക്കുന്നു. ഈ വൈദികനെ കുറിച്ചാണ് ഇന്ന് ചോസണിൽ നമ്മൾ അടുത്തറിയാൻ പോകുന്നത്. തലശ്ശേരി അതിരൂപതയിലെ നെല്ലിപ്പാറ ഹോളി ഫാമിലി ഇടവക ദേവാലയത്തിലെ വികാരിയായ ഫാദർ സെബാസ്റ്റ്യൻ മുട്ടത്തുപാറ അച്ഛനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പോലീസുകാരനായിരുന്ന വൈദികൻ. അച്ഛനെ നമുക്ക് ചോസൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യാം. അച്ഛാ, ഇശിം ഷേഖ് സ്തുതിയായിരിക്കട്ടെ. സ്വാഗതം. അച്ഛൻ്റെ വീട് എവിടെയാണ്? ആദ്യം പരിചയപ്പെടുത്താം. അച്ഛൻ ഞാൻ കുടിയേറ്റ കേന്ദ്രമായ ചെറുപുഴ ഇടവയിൽ പാടിയോട്ടിച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് ഉള്ളത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞങ്ങൾ 10 മക്കളുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. എൻ്റെ ഫാദറും മദറും അപ്പനും അമ്മയും. എനിക്ക് ഞാൻ തിരുപ്പട്ടം സ്വീകരിച്ച ശേഷമാണ് അവർ രണ്ടുപേരും മരണത്തിലൂടെ കടന്നുപോയത്. ബാക്കി എൻ്റെ മൂത്ത 2 ഒരു സഹോദരനും സഹോദരിയും അതുപോലെ തന്നെ മരണത്തിലൂടെ കടന്നുപോയി. ബാക്കി 8 സഹോദരങ്ങൾ ഇപ്പോഴും ഉണ്ട്. അവരെല്ലാം വിവിധ ജോലികളിലും കഴിയുന്നു, കുടുംബജീവിതം നയിക്കുന്നു. എങ്ങനെയായിരുന്നു അച്ഛൻ്റെ ആ ഒരു ചെറുപ്പകാലഘട്ടം? ചെറുപ്പകാലം വളരെ ഭക്തസ്ത്രീയായ ഒരാളുടെ മകനായതുകൊണ്ട് ചെറുപ്പകാലം മുതലേ നല്ല ഭക്തിയിലാണ് ഞാൻ. ഭക്തിയിലും പ്രാർത്ഥനയിലും ഒക്കെയാണ് ഞാൻ വളർന്നു വന്നത്. ഭയങ്കര ആത്മീയ ജീവിതം ഉണ്ടായിരുന്നു. നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള അമ്മയായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ അതിൽ തന്നെയാണ് അഭ്യസിപ്പിച്ച് വന്നത്. എന്നാൽ സ്വന്തമായ പ്രായം മുന്നോട്ട് പോകുന്തോറും ഈ ആത്മീയ കാര്യങ്ങളിൽ നിന്നും വളരെയേറെ താല്പര്യം പിന്നോട്ട് പോയി. ഏതാണ്ട് പ്രീ ഡിഗ്രി പഠനത്തോടു കൂടി തന്നെ ആത്മീയ ജീവിതത്തിൽ നിന്നും വളരെയേറെ അകന്നുപോയി. പിന്നീട് അങ്ങോട്ട് ഡിഗ്രി പഠനത്തിൻ്റെ കാലത്തും തുടർന്നുള്ള ജോലി ചെയ്യുന്ന ഡിഗ്രി കഴിഞ്ഞ് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്ന കാലത്തും പിന്നീട് പോലീസിൽ ജോലി ചെയ്യുന്ന കാലഘട്ടത്തിലും ഒരു ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഒരു കുത്തഴിഞ്ഞ ജീവിതമെന്ന് വേണമെങ്കിൽ പറയാം. യാതൊരു ആത്മീയ നിഷ്ഠകളും ഇല്ലാത്ത, കുർബാനയിൽ പങ്കെടുക്കും, ഒരു നാമമാത്രമായ ക്രിസ്ത്യാനി എന്ന് വേണം വിളിക്കാം. ഞായറാഴ്ച ആചരണം ഉണ്ട്, കുമ്പസാരമുണ്ട്, എല്ലാ ആത്മീയ ശുശ്രൂഷകളും പേരിന് മാത്രം ഉണ്ട്. പക്ഷേ ക്രിസ്തുവുമായ ഒരു ഗാഢബന്ധം പുലർത്തുവാൻ ആ കാലഘട്ടത്തിലൊന്നും ശ്രമിച്ചിട്ടില്ല. എല്ലാം ഒരു പേരിന് അങ്ങനെയുള്ളൊരു കുടുംബത്തിൽ വളർന്നു വന്നതിൻ്റെ ആ രീതികളിൽ മുന്നോട്ട് പോയി യേശു ക്രിസ്തുവുമായുള്ള ഒരു ഗാഢബന്ധം ആ കാലഘട്ടത്തിലൊന്നും തുടങ്ങാൻ എനിക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ ഈ ഒരു പഠന സമയത്ത് അല്ലെങ്കിൽ ചെറുപ്പകാലങ്ങളിൽ ഒരു എന്തായിരുന്നു ആഗ്രഹം? ഒരു പോലീസുകാരാണോ അല്ലെങ്കിൽ വൈദികൻ, അങ്ങനെ വന്നിരുന്നു ആഗ്രഹം? എല്ലാ ഭക്തി സംഘടനകളിലും ഞാൻ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ ആദ്യ കുർബാനയുടെ സമയം അതെനിക്ക് വളരെ ഞാൻ ഓർത്തിരിക്കുന്ന ഒരു നിമിഷമാണ്. അന്ന് തന്നെ ഈ നമസ്കാരങ്ങൾ പഠിപ്പിച്ച വേദപാഠത്തിന് ഒരുക്കിയ ബഹുമാനപ്പെട്ട ജോസഫിനാമ സിസ്റ്റർ, MS സമൂഹത്തിൽപ്പെട്ട ജോസഫിനാമ സിസ്റ്റർ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ഉടനെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആഗ്രഹങ്ങൾ ഈശോയോട് പറയണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് എന്തുകൊണ്ടോ എൻ്റെ ആ ചെറിയ ബുദ്ധിയിൽ ഉദിച്ചുയർന്ന കാര്യം എനിക്ക് ഏറ്റവും അന്ന് പ്രിയപ്പെട്ടതായി തോന്നിയത് ഒരു വൈദികനാകണമെന്നുള്ള ആഗ്രഹമായിരുന്നു. ഞാൻ ഈശോയോട് മറ്റാഗ്രഹങ്ങളൊന്നും പറഞ്ഞില്ല. 3 ആഗ്രഹം പറയാൻ സിസ്റ്റർ പറയാമെന്ന് അനുവദിച്ചിട്ടും ഞാൻ ഒറ്റ ആഗ്രഹമേ പറഞ്ഞുള്ളൂ, ഒരു വൈദികനായി തീരണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു. പിന്നീട് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടൊന്നുമില്ല, പിന്നീട് അതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല. പക്ഷേ ഞാനത് മറന്നുപോയി. എന്നാൽ പിന്നീട് പഠന കാര്യങ്ങളിലും കുടുംബകാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി. എന്നാൽ സമയത്തിൻ്റെ ആ തികവിൽ പൂർണ്ണതയിൽ അതെന്നെ ഓർമ്മപ്പെടുത്തുകയും ഞാൻ വീണ്ടും ഒരു വൈദികനാകണം, വിവാഹ ജീവിതത്തിൻ്റെ അന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ഗാഢമായി ചിന്തിക്കുവാനും അപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പഴയ ആഗ്രഹം വീണ്ടും സജീവമാകാനും തുടങ്ങി. ആ കാലഘട്ടത്തിലാണ് എനിക്ക് മാനസാന്തര അനുഭവം കൂടി ഉണ്ടായത്. ഇത് രണ്ടും കൂടി ചേർന്നപ്പോൾ എനിക്ക് എൻ്റെ ദൈവവിളിയിൽ എനിക്ക് ഒരു
വലിയ കൺഫ്യൂഷൻ കൂടാതെ തന്നെ എനിക്ക് തീരുമാനം എടുക്കാൻ സാധിച്ചു. ഈ വൈദികനാകുന്നതിന് മുമ്പ് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ പോലീസുകാരനായിരുന്നു, അത് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ ധ്യാനത്തിന് വേണ്ടിയിട്ട് പോയ ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചായിരുന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ കൗൺസിലിംഗ് ചെയ്ത ഒരു സിസ്റ്റർ, കുളത്തുവയിൽ വെച്ച് എന്നെ കൗൺസിലിംഗ് ചെയ്തൊരു സിസ്റ്റർ, ഞാൻ സെമിനാരിയിൽ ചേർന്ന ശേഷം ധ്യാനത്തിന് ഒരുക്കമായിട്ട് പോയപ്പോഴല്ല, രണ്ടാമത് വീണ്ടും അവിടെ മൈനർ സെമിനാരിയുടെ പഠനത്തിന് ശേഷം ഞാൻ ധ്യാനത്തിന് പോയപ്പോഴേ അവിടുത്തെ കൗൺസിൽ ചെയ്ത സിസ്റ്റർ എന്നോട് പ്രാർത്ഥിച്ച ശേഷം പറഞ്ഞു, ഈ പൗരോഹിത്യത്തിലേക്ക് വരാനൊരു കാരണമുണ്ട്, അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അറിയാമെന്ന് ചോദിച്ചപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഞാനപ്പോൾ ആ സിസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അതിനൊരു കാരണമുണ്ട്. വിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിച്ച അന്ന് ഈശോയോട് പ്രാർത്ഥിച്ച ഏക കാര്യം ഇതായിരുന്നു. ഒരു പക്ഷേ ബ്രദർ അത് മറന്നുപോയിട്ടുണ്ടാവും, പക്ഷേ ഈശോ അത് ഓർക്കുകയും തക്ക സമയത്ത് ഓർമ്മപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ പൗരോഹിത്യത്തിലേക്ക് വരാൻ കാരണമായതെന്ന് ആ സിസ്റ്റർ എന്നോട് പറയും. അച്ഛൻ തെരഞ്ഞെടുത്ത വിളിയും ദൈവം അച്ഛന് വേണ്ടി തെരഞ്ഞെടുത്ത വിളിയും അല്ലേ വ്യത്യസ്തമായിരുന്നു. അത് ഒരു സമയത്ത് അത് കൂട്ടിമുട്ടി ജീവിതത്തിന്റെ. കോളേജ് ഡിഗ്രി ഏതായിരുന്നു അച്ഛൻ? ഞാൻ ഡിഗ്രി ബികോം ആണ്. ബികോം 2 ഡിഗ്രി. ബികോം ആദ്യം കോസ്റ്റിംഗ് മെയിനായിട്ട് എടുത്തു, കോസ്റ്റ് അക്കൗണ്ടൻസി ആദ്യം ചെയ്തു, രണ്ടാമത് കോർപ്പറേഷനും മെയിനായിട്ട് 2 ഡിഗ്രി ചെയ്തു. അതിനുശേഷം എന്തായിരുന്നു ആഗ്രഹം, ജോലി ചെയ്യണമെന്ന്? എനിക്ക് ബാങ്കിൽ ജോലി ചെയ്യണം എന്നാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ദൈവത്തോട് ഏറ്റവും നന്ദിയുള്ള ഒരു കാര്യം, എനിക്ക് ജില്ലാ സഹകരണ ബാങ്കിൽ പരീക്ഷയും ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എനിക്ക് അപ്പോയിൻമെൻറ്റ് ഉറപ്പായി. അപ്പോയിൻമെൻറ്റ് ഓർഡറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. പോലീസിലെ ജോലി മാനസികമായി ഉപേക്ഷിച്ച നിലയിൽ ഇങ്ങനെ ജോലിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ എനിക്ക് ജോലി വാഗ്ദാനം ചെയ്യുന്ന ഡയറക്ടർ എന്നോട് പറഞ്ഞു, സാറിന് ഒരു ഗവൺമെൻറ് ജോലിയുണ്ട്, അനേക വർഷമായി ജോലി ഇല്ലാത്ത ഒരാൾക്ക് ആ ജോലി ഞാൻ കൊടുത്തോട്ടെ, അങ്ങനെയാണെങ്കിൽ പിന്നെ സാറിന് പോലീസ് ജോലി തുടരുകയും ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അന്ന് എനിക്ക് അത് ഒരു മാനസികമായ വിഷമമുണ്ടാക്കിയ സംഭവമായിരുന്നു. കാരണം ബാങ്കിലെ ജോലി അതിന് മാനസികമായി ഞാൻ ഒരുങ്ങിയിരുന്നു. അപ്പോഴാണ് ഇങ്ങനൊരു വിവരം കിട്ടുന്നത്. ഞാനന്ന് സമ്മതിച്ചു, കൊടുത്തോളാൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്ന് ദൈവത്തോട് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് അന്ന് ആ ജോലി എനിക്ക് നഷ്ടപ്പെട്ടതിലാണ്. കാരണം ആ ജോലി ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അധികം താമസിയാതെ ഒരു വിവാഹ ജീവിതത്തിലേക്കും ഒക്കെ പ്രവേശിക്കേണ്ടി വന്നേനെ. ആ ജോലി നഷ്ടപ്പെട്ട് മാസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും എനിക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസവും ദൈവവിളിയും ഉണ്ടായി. ഈ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം അച്ഛൻ നേരിട്ട് പോയത് പോലീസ് എഴുതാനായിരുന്നു? നേരിട്ട് പോലീസിലേക്കല്ല പോയത്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ ഉടനെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് കോട്ടയത്ത് എറണാകുളത്ത് ഓരോ വർഷം ജോലി ചെയ്ത ശേഷം PSC എക്സാമിനുകൾ പ്രിപ്പയർ ചെയ്ത് PSC എക്സാം പാസ്സായിട്ടാണ് ഞാൻ പോലീസിലേക്ക്. അപ്പൊ ആ സമയത്ത് അച്ഛൻ വളരെ ഇഷ്ടത്തോടെ തന്നെയാണോ പോലീസിലേക്ക് കയറിയത്? അന്ന് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ളത്. ഒരുപാട് ഇഷ്ടത്തോടു കൂടി അല്ല പോലീസിലേക്ക് പ്രവേശിച്ചത്. പക്ഷേ ആ ജോലി പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അതെനിക്ക് വളരെ ആസ്വാദികരമായി. നല്ല സൗഹൃദങ്ങളും കൂട്ടുകെട്ടുകളും ബാച്ചിലർ ആയതുകൊണ്ട് അടിച്ചുപൊളിച്ചുള്ള ജീവിതവും എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം പകർന്നായിരുന്നു. എന്തായിരുന്നു ആ പോലീസ് ജീവിത സമയത്ത് നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി? അതായത് കുറ്റവാളികളുമായിട്ട് ഇടപെട്ടിരുന്നു, അല്ലെങ്കിൽ ആ സമയത്ത് കേസ് അന്വേഷണം അങ്ങനെയൊക്കെയുള്ള അങ്ങനെയുള്ളതെല്ലാം ഞങ്ങൾ ജോയിന്റ് ആയിട്ടോ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാം ജോയിന്റ് ആയിട്ടൊക്കെയാണ് ചെയ്യുന്നതുകൊണ്ട് അതൊന്നും നമ്മളെ അലട്ടുന്നില്ല. പക്ഷെ ആ കാലഘട്ടത്തിൽ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ദുശ്ശീലങ്ങൾ, തഴക്കദോഷങ്ങളും ദുശ്ശീലങ്ങൾക്കും അടിമപ്പെട്ട ഒരു കാലഘട്ടം എന്ന നിലയിൽ എൻ്റെ ജീവിതത്തെ അത് ഒരുപാട് സ്വാധീനിച്ചിരുന്നു. ആ കാലഘട്ടം എനിക്ക് ഉദാഹരണത്തിന് മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും ചീട്ടുകളുടെയും എല്ലാം ഒരു അടിമത്തം എന്നെ വല്ലാതെ വേട്ടയാടുന്ന കാലഘട്ടമായിരുന്നു അത്. ആ ഒരു സമയത്ത് ഇപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായി ജോലി സമയത്ത് കുർബാനയിലും അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങളിലൊക്കെ അച്ഛൻ ഇടപെട്ടിരുന്നോ? പോലീസിലായിരുന്ന കാലത്തും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള കുടുംബമായിരുന്നതുകൊണ്ട്, അങ്ങനെ പരിശീലിപ്പിച്ച് വളർന്നതുകൊണ്ട് ഞായറാഴ്ച ആചരണമൊന്നും സാധിക്കുമെങ്കിൽ ഞായറാഴ്ച ആചരണമൊന്നും മുടക്കുക കുറവായിരുന്നു. സാധിക്കുന്നിടത്തോളം കുർബാനയിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു. പ്രാർത്ഥനകളിലും അതുപോലെ കുടുംബ പ്രാർത്ഥന ഇല്ലെങ്കിലും വ്യക്തിപരമായ ഒരു പ്രാർത്ഥന ജീവിതം അന്നും ഉണ്ടായിരുന്നു.
നിയമപാലകനായിട്ട്, ഒരു പോലീസായിട്ടുള്ള ഒരു ജീവിതം, വളരെ തിരക്കിട്ട ജീവിതമാണ്, ടെൻഷൻ പിടിച്ച ജീവിതമാണ്, ഒക്കെ നമുക്കറിയാം. അത്തരത്തിൽ വളരെ തിരക്കിട്ട ജീവിതത്തിനിടയിൽ എപ്പോഴാണ് ആ ഒരു ടേണിംഗ് പോയിന്റ്, അതായത് എൻ്റെ ജീവിതം അത് മറ്റൊരു തരത്തിലാണ് പോകേണ്ടത്, 6 വർഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നെങ്കിലും ഇതല്ല എന്നെ വിളിച്ചത്, എൻ്റെ വിളിയുടെ ഒരു തോന്നലുണ്ടായ സമയം അതെപ്പോഴാണ്? അത് ജില്ലാ പോലീസ് ഓഫീസിൽ അവിടെ സെക്യൂരിറ്റിയുടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന രാത്രിയിൽ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ യൂണിഫോം ഭാഗികമായിട്ട് അഴിച്ചു വെച്ച് കൊതുവലയൊക്കെ കെട്ടി ആ കൊതുവലയ്ക്കകത്ത് കിടന്നപ്പോൾ എന്നും ഒരു ചെറിയ പ്രാർത്ഥന ഞാൻ ചൊല്ലിയിട്ട് ശേഷം ഉറങ്ങാറുള്ളായിരുന്നു. അങ്ങനെ പ്രാർത്ഥന ചൊല്ലി ഞാൻ കിടന്ന ഉടനെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ ദൈവചിന്തയിൽ ഇങ്ങനെ അവിടെ കിടന്ന ഉടനെ തന്നെ എൻ്റെ ആത്മാവിന് എന്തോ ഒരു വലിയൊരു അഭിഷേകം വന്ന് പടരുന്നത് ഞാൻ കണ്ടു. പെട്ടെന്ന് എൻ്റെ ആത്മാവിൽ ഞാൻ എൻ്റെ ആ കാലഘട്ടത്തിലെ ജീവിത ചെയ്തികളെ എന്നെ കുറ്റപ്പെടുത്തുന്നതും, ഈ പോക്ക് നീ എങ്ങോട്ടാണ്, നീ നാശത്തിലേക്കാണല്ലോ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ദൈവാത്മാവ് എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി. നേരം പുലർന്നപ്പോൾ അങ്ങനെ എന്നെ വിജനതകളിലേക്ക് എൻ്റെ ആത്മാവിനെ സംഭവിച്ചു കൊണ്ടുപോയി എന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു അനുഭവം എനിക്കുണ്ടായി. അന്ന് പ്രഭാതത്തിൽ രാവിലെ എൻ്റെ ഒരു കൂട്ടുകാരൻ തിരുവനന്തപുരത്ത് നിന്ന് ഡിപ്പോയിൽ ജില്ലാ പോലീസ് ഓഫീസിൽ ഒരാവശ്യത്തിന് വന്നു. അങ്ങനെ ഞാൻ ഡ്യൂട്ടി ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് സ്വല്പം മദ്യം ഉപയോഗിച്ചേക്കാമെന്ന് കരുതി മദ്യത്തിന് ഓർഡർ ചെയ്തു. ഇങ്ങനെ മദ്യം ഓർഡർ ചെയ്ത് ഞാൻ മദ്യത്തിൻ്റെ ഗ്ലാസ് എൻ്റെ ചുണ്ടത്തേക്ക് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഓക്കാനം വന്നു. അതിന് മണം അടിച്ചപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഓക്കാനം വന്നു. അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ട് സിഗരറ്റ് കത്തിച്ച് വലിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വീണ്ടും ഓക്കാനം വന്നു. എനിക്കിത് രണ്ടും ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ തലേദിവസം രാത്രിയിലുണ്ടായ സംഭവത്തെക്കുറിച്ച് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. എന്നെ ആത്മാവിനെ ഇങ്ങനെ വിദൂരതകളിൽ കൊണ്ടുപോയി എന്നെ കുറ്റപ്പെടുത്തി എന്നെ ശാസിച്ച് തിരുത്തി എനിക്ക് വലിയ മാനസാന്തരം തന്ന എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഉരുവായിരുന്നു. ആ ക്രിസ്തു എൻ്റെ ഉള്ളത്തിൽ ജന്മമെടുത്ത ശേഷം എനിക്കിത് ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റാത്ത വിധത്തിലേക്ക് എന്നെ ആത്മാവ് നയിച്ചു. അവിടെയാണ് സത്യത്തിൽ എൻ്റെ ഈ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു തുടക്കം. പിന്നീട് അങ്ങോട്ട് ആത്മാവിൽ വളരണമെന്നുള്ള ആഗ്രഹം എന്നെ ഓരോ ദിവസവും ഇങ്ങനെ വർദ്ധിച്ചു വന്നു. ഞാൻ രാത്രിയിൽ ഡ്യൂട്ടിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ കാസർഗോഡ് ടൗൺ പള്ളിയിലെ ദേവാലയം ക്ലോസായ പൂട്ടിക്കിടക്കുകയാണെങ്കിൽ പോലും അതിൻ്റെ വരാന്തയിൽ നിന്നുകൊണ്ട് ജനലിൽ കൂടി സക്രാരിയിലേക്ക് നോക്കി ക്രൂശിത രൂപത്തിലേക്ക് അവിടുത്തെ അരണ്ട വെളിച്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ അവിടെ നിന്നിങ്ങനെ പ്രാർത്ഥിച്ച് തുടങ്ങി. അതുപോലെ ഡ്യൂട്ടി ഇറങ്ങിയ ഉടനെ തന്നെ ഞാൻ രാവിലെ ഇറങ്ങിയ ഉടനെ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി കാസർഗോഡ് ടൗൺ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കാണും, വിശുദ്ധ കുർബാന സ്വീകരിക്കും. അങ്ങനെ ഒരു ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി രാവിലെ പോയപ്പോൾ അവിടെ കുർബാന ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ അച്ഛനുണ്ടായിരുന്നു. ഞാൻ അച്ഛനോട് അത് കുര്യാക്കോസ് വെട്ടുവഴി എന്ന് പറഞ്ഞ ഒരു ബഹുമാനപ്പെട്ട അച്ഛനായിരുന്നു. അച്ഛനെ അവിടെ വെച്ച് കണ്ടു. അച്ഛൻ എന്നോട് മുറിക്കകത്തേക്ക് ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു. എന്നോട് ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. ഞാൻ എപ്പോഴും ഇങ്ങനെ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന് എൻ്റെ മനസ്സ് പറയാറുണ്ട്, പക്ഷെ ഒരിക്കലും സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു ഞാനിങ്ങനെ ജില്ലാ പോലീസ് ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു. അച്ഛൻ സംസാരിച്ചു. അച്ഛനോട് പറഞ്ഞു ഞാനും ഒരു ദിവസം അച്ഛനെ പോലെ ആവുമെന്ന് ഹൃദയത്തിൽ അന്ന് ആദ്യമായിട്ട് അച്ഛനോടാണ് ആ കാര്യം പറഞ്ഞത്. അങ്ങനെ അച്ഛനുമായിട്ടൊരു സൗഹൃദം തുടങ്ങി. ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. പ്രത്യേകിച്ച് അസീസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവചരിത്രം എന്നെ വല്ലാതെ സ്പർശിച്ചു. അതുപോലെ ഒരു കപ്പുച്ചൻ വൈദികനാകണമെന്നുള്ള ആഗ്രഹം എൻ്റെ ഹൃദയത്തിൽ അങ്ങനെ ഉടലെടുത്തു. അവിടെയാണ് ഈ ദൈവവിളി അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവവിളിയുടെ ചിന്ത. എൻ്റെ ജീവിതം അന്ന് എനിക്ക് വിവാഹാലോചനകൾ വരുന്നൊരു സമയമായിരുന്നു. ഒന്നാമത് വീട്ടിൽ അമ്മയെ സഹായിക്കാൻ പെൺകുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല. സഹോദരിമാരെല്ലാം ഹോസ്റ്റലിലും അവിടെ പഠിക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിലൊരു പെൺകുട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നുകൊണ്ട് അമ്മ എന്നോട് നിർബന്ധിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞാനൊരു സത്യത്തിൽ എൻ്റെ സഹോദരൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഞാനൊരു പെണ്ണ് കാണാൻ ചടങ്ങിന് വേണ്ടി പോവുകയും ചെയ്തു. പക്ഷേ എൻ്റെ ഉള്ളിൽ ആ സമയത്ത് തന്നെ ദൈവവിളി ഉടലെടുത്തതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് പിന്മാറി കൂടുതൽ ആ നാളുകളിൽ പ്രാർത്ഥന ധ്യാനങ്ങൾ, പ്രത്യേകിച്ച് അന്ന് നമ്മുടെ കോട്ടയിൽ നിന്നും പല സ്ഥലങ്ങളിലും കൺവെൻഷനുകൾ നടക്കുന്ന സ്ഥലങ്ങളായിരുന്നു. ഞാൻ സമയം കിട്ടുമ്പോഴെല്ലാം ഈ കൺവെൻഷനുകൾ ദൂര ദേശങ്ങളിൽ പോലും കൺവെൻഷനുകൾ ഉണ്ടെന്ന് അറിയുമ്പോൾ അവിടെ കൺവെൻഷനുകളിൽ പോകാൻ തുടങ്ങി. ചെറുപുഴ കൺവെൻഷൻ, കുടിയാൻമല കൺവെൻഷൻ,
മടമ്പം കൺവെൻഷൻ, അങ്ങനെ അനേകം കൺവെൻഷനുകൾ വിൻസിഷൻ ഫാദേഴ്സ് നടത്തിക്കൊണ്ടിരുന്ന അനേകം കൺവെൻഷനുകളിൽ ഞാൻ പങ്കെടുത്തു. അങ്ങനെ കൂടുതൽ കൂടുതൽ ദൈവിക രഹസ്യങ്ങൾ എനിക്ക് വെളിപ്പെട്ടു, ക്രിസ്തു ആരാണെന്ന്. അന്നുവരെയും സത്യത്തിൽ ഈ ആത്മാവിൽ ഈ മനസ്സാന്തരത്തിന് അനുഭവം ഉണ്ടാകുന്നവരെയും ക്രിസ്തുവിനെ ഞാൻ ഈ ഭൂമിയിൽ ജനിച്ച ഏറ്റവും നല്ലൊരു മനുഷ്യനായി മാത്രമേ കണ്ടിരുന്നുള്ളൂ. ഈ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നും ഭൂമിയിൽ ജനിച്ച ഏറ്റവും നല്ലൊരു ചെറുപ്പക്കാരനായ ക്രിസ്തുവിനെ കൊണ്ട് അവൻ്റെ സ്നേഹദർശനങ്ങൾ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. പക്ഷേ എനിക്ക് ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്തുവിലേക്ക് എനിക്ക് വിശ്വാസം ജനിച്ച ഒരു സംഭവം എൻ്റെ ജീവിതത്തിലേക്ക് പിന്നീടുണ്ടായി. അത് ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ വ്യഭിചാരത്തിൽ നിന്ന് പിടിക്കപ്പെട്ട ആ പെൺകുട്ടിയുടെ കഥ വായിച്ചപ്പോഴാണ് യേശു വെറും സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, മറിച്ച് ദൈവപുത്രനാണെന്നുള്ള ആത്മാവിലുള്ള ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു. സാധാരണ നിയമപാലകർ, കോടതി, പോലീസും പട്ടാളവും എല്ലാം കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ശിക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. എന്നാൽ ക്രിസ്തു അവൾ കുറ്റക്കാരിയാണെന്ന് കണ്ടറിഞ്ഞിട്ടും അവളെ രക്ഷിക്കുന്ന ഒരു അനുഭവം സുവിശേഷത്തിലൂടെ എനിക്ക് ഇവൻ പെട്ടെന്ന് ഞാൻ അറിയാതെ എൻ്റെ ഉള്ളത്തിൽ നിന്നും ഞാൻ ഒരു വാക്ക് പറഞ്ഞു, യേശു മനുഷ്യനല്ല ദൈവമാണെന്ന് പറഞ്ഞു. എൻ്റെ തൊട്ടടുത്ത ചെയറിൽ അപ്പോൾ ഇരുന്നത് യാക്കോബായ സഭയിൽ അംഗമായിരുന്ന അബ്രഹാം എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം ഇത് കേട്ടു, ഞാൻ ഇങ്ങനെ പറയുന്നത് ആത്മഹത്യം ചെയ്യുന്നത് അദ്ദേഹം കേട്ടു. ഉടനെ എന്നോട് സാറിന് അത് ഇപ്പോഴാണോ മനസ്സിലായതെന്ന് ചോദിച്ചു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അത് അശരീരിയൊന്നുമല്ല, പറഞ്ഞത് ഇന്ന വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അന്ന് ആ നിമിഷത്തിലേക്ക് ക്രിസ്തു ദൈവമാണെന്നുള്ള ചിന്ത വന്നു. എൻ്റെ ദൈവവിളി സത്യത്തിൽ ക്രിസ്തു ദൈവമാണ്, രക്ഷകനാണെന്നുള്ള തിരിച്ചറിവും എൻ്റെ ദൈവവിളിയും എൻ്റെ ഉള്ളിലേക്ക് ഒരേ നിമിഷം വന്നു. കാരണം ക്രിസ്തുവാണ് ദൈവമെങ്കിൽ, ദൈവപുത്രനെങ്കിൽ അവന് വേണ്ടി എൻ്റെ ശിഷ്ടായുസ്, എൻ്റെ ശിഷ്ടജീവിതം അവന് വേണ്ടി ചെലവിടാമെന്നുള്ള തീരുമാനം ആ നിമിഷം തന്നെ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ വിശ്വാസവും എൻ്റെ ദൈവവിളി ഒരേ സമയത്താണ് എന്നിലേക്ക് കടന്നു വന്നത്. അതിനുശേഷം ഏകദേശം എത്ര ദിവസം, ഇപ്പം അന്നൊരു രാത്രി ഉണ്ടായ ഒരു സംഭവം, ആ ഒരു സംഭവമായിരുന്നു അച്ഛനെ തുടക്കം വരുന്നത്. അതിനുശേഷം പിന്നെ മദ്യപിക്കാനോ സിഗരറ്റ് വലിക്കാനോ ഒന്നും അച്ഛന് തോന്നിയിട്ട് പോലും ഇല്ല. അതിനുശേഷം എത്ര നാളുകൾക്ക് ശേഷമാണ് രാജി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്? അതിനുശേഷം ഏതാണ്ട് 1.5 വർഷക്കാലം കഠിനമായ പ്രാർത്ഥനയിലും എനിക്ക് തോന്നുന്നു ഈ സംഭവം ഞാൻ ശരീരനായ പ്രിയപ്പെട്ട ജോർജ് നരിപ്പാറ അച്ഛനുമായി പങ്കുവെച്ചു. ഈ അനുഭവം അച്ഛൻ്റെ ജീവിതം വളരെ നിഗൂഢമായ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഉടനെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഒരു ധ്യാനം കൂടാൻ പോകണമെന്ന് പറഞ്ഞു. ഞാൻ 2 പ്രാവശ്യം മുരിങ്ങൂർ പോയി ഡിവൈനിൽ ധ്യാനം കൂടി, 1 പ്രാവശ്യം കുളത്തുവയിൽ ധ്യാനം കൂടി. ഇങ്ങനെ 3 ധ്യാനങ്ങളിൽ ഞാൻ പങ്കെടുത്തു. അവിടെ എല്ലാം വെച്ച അച്ഛന്മാരുമായിട്ട്, ബഹുമാനപ്പെട്ട പനക്കിലച്ഛനുമായിട്ട് ഞാൻ സംസാരിച്ചു. അച്ഛൻ എന്നോട് ഉപദേശിച്ചത്, നീ നിൻ്റെ സ്പിരിച്വൽ ഫാദറിനോട് ഉപദേശം തേടാൻ ആവശ്യപ്പെട്ടു. അതുപോലെ പക്ഷേ ഞാൻ സി ജെ വർക്കിയച്ഛനുമായിട്ട് സംസാരിച്ചപ്പോൾ അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, മാതാവിൻ്റെ കരങ്ങളിൽ ഉണ്ണീശോയെ പോലെയാണ് കാണിച്ചു തരുന്നത്, നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോളാൻ എന്നോട് നിൻ്റെ ആഗ്രഹം പ്രകാരം മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. കഠിനമായ പ്രാർത്ഥനയിലും പ്രായശ്ചിത്ത ജീവിതവും ഒരു ദിവസങ്ങളിൽ ഈ ജോലി ദിവസങ്ങളിൽ പോലും ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച്, അതും വളരെ ലളിതമായ ഭക്ഷണം കഴിച്ച് കഠിനമായ ജീവിത രീതികൾ ഏതാണ്ട് 1.5-2 വർഷക്കാലം ഞാൻ പിന്തുടർന്നു. ആ കാലഘട്ടങ്ങളിലെല്ലാം ഈ കാസർഗോഡ് പള്ളിയിലെ ബഹുമാനപ്പെട്ട കുര്യാക്കോസ് വെട്ടുവഴി അച്ഛനുമായുള്ള വലിയ ബന്ധം വളർന്നു വരികയും അച്ഛൻ്റെ നല്ല നിർദ്ദേശങ്ങളും ആത്മീയ ഉപദേശങ്ങളും ഞാൻ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ദൈവിക രഹസ്യങ്ങൾ വായനകളിലൂടെ ദൈവവചനം വായിക്കാൻ തുടങ്ങി, ആത്മീയ പുസ്തകങ്ങൾ ധാരാളം വായിക്കാൻ തുടങ്ങി. അച്ഛൻ നൽകിയതും അല്ലാത്തതുമായ ധാരാളം പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. നല്ലൊരു ആത്മീയ ഒരുക്കത്തിൻ്റെ ഏതാണ്ട് 1.5-2 വർഷക്കാലം ഞാൻ ഗൗരവപൂർവ്വം ഒരുങ്ങിയ ശേഷമാണ് ഞാൻ എൻ്റെ സെമിനാരിൽ ചേരുവാനുള്ള ആഗ്രഹം അറിയിക്കുന്നത്. പക്ഷേ ആ സമയത്ത് ജനറൽ ഇലക്ഷൻ ആയിരുന്നതുകൊണ്ട് എനിക്ക് ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റിയില്ല. മെയ് മാസത്തിലായിരുന്നു ജനറൽ ഇലക്ഷൻ. ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ആ വർഷം സെമിനാരിൽ ചേരാൻ പറ്റുമോ എന്ന് വലിയൊരു പ്രതിസന്ധി ഉണ്ടായി. പിതാവിൻ്റെ അടുത്തേക്ക് എനിക്ക് കത്തുമായി എന്നെ പറഞ്ഞയച്ചു. അവിടെ ചെന്നപ്പോൾ പിതാവ് വളരെ പ്രിയപ്പെട്ട നമ്മുടെ ജോർജ് വലിമറ്റ പിതാവായിരുന്നു. പിതാവുമായിട്ട് സംസാരിച്ചു. ദൈവവിളി ക്യാമ്പിൽ പങ്കെടുക്കാത്തതിൻ്റെ സാഹചര്യം ഞാൻ വിശദീകരിച്ചു. എന്നാൽ കാസർഗോഡ് അച്ഛൻ്റെ ശക്തമായ നിർദ്ദേശം ഇടവക വൈദികനായിട്ട് തന്നെ ചേരണം,
ഞാൻ കപ്പൂച്ചൻ വൈദ്യനാകണമെന്നുള്ള എൻ്റെ ആഗ്രഹം ഉപേക്ഷിക്കാൻ കാരണം അച്ഛൻ്റെ ഉപദേശപ്രകാരമാണ്. പ്രായമൊക്കെ ഇത്ര ആയല്ലോ, ഇനിയും ഇടവപ്പട്ടത്തിന് ചേർന്നാൽ മതി, രൂപതാ വൈദികനാകുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് അച്ഛൻ്റെ ഉപദേശപ്രകാരമാണ് ഞാൻ ഇങ്ങനെ പിതാവിനെ കാണാൻ പോയത്. പിതാവുമായിട്ട് ഏതാണ്ട് 1 മണിക്കൂർ സംസാരിച്ച ശേഷം പിതാവ് എന്നെ മൈനർ സെമിനാരിയിലേക്ക്, തലശ്ശേരി അതിരൂപതയുടെ മൈനർ സെമിനാരിയിലേക്ക് പറഞ്ഞയച്ചു. അവിടെ അന്ന് പ്രിയബഹുമാനപ്പെട്ട ജോസഫ് മമ്മളിക്കുന്നേലച്ഛനായിരുന്നു റെക്ടർ. അച്ഛനെ കണ്ട് സംസാരിച്ച ഉടനെ തന്നെ അച്ഛനെ എന്നെ വളരെയേറെ ഇഷ്ടപ്പെട്ടു, ബോധ്യപ്പെട്ടു. അച്ഛനെ മുന്നോട്ട് തീരുമാനം എടുത്തോളാൻ പറഞ്ഞു. എന്നാൽ പിതാവ് എന്നോട് ജോലി രാജിവെക്കണ്ട, തൽക്കാലം മെഡിക്കൽ ലീവ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാജിവെക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ച് ഞാൻ മെഡിക്കൽ ലീവിൽ പ്രവേശിച്ചു. ഏതാണ്ട് 3 ദിവസത്തെ പിതാവുമായി കണ്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സെമിനാരിൽ പ്രവേശിക്കാനുള്ള കത്ത് വന്നു. അപ്പോഴാണ് ഞാൻ ഈ കാര്യം വീട്ടിലറിയിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഞാൻ ഈ കാര്യം അവതരിപ്പിക്കുന്നത് ഈ 3 ദിവസം മുമ്പാണ്. സെമിനാരിൽ ചേരുന്നതിൻ്റെ 3 ദിവസം മുമ്പ് മാത്രമാണ് ഞാൻ വീട്ടിൽ ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അത് വീട്ടിൽ വലിയ സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷം തീർത്തു. എല്ലാവരും ഒന്നടങ്കം എല്ലാ സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി എല്ലാവരും കൂടി എന്നെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അവോളം ശ്രമിച്ചു. ഇതിന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ടു. ആരും എനിക്കൊരു പിന്തുണ നൽകിയില്ല. എന്നാൽ ഈ കാലയളവിലെല്ലാം എനിക്ക് കൂടെ 2 വ്യക്തികളെ എനിക്ക് പ്രത്യേകം എടുത്തു പറയാൻ, എൻ്റെ ദൈവവിളി എന്നെ പ്രോത്സാഹിപ്പിച്ച 2 വ്യക്തികളുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ സ്കൂളിലെ കൂടെ എന്നും ഉണ്ടായിരുന്ന, എന്നോട് 10ാം ക്ലാസ് വരെയും പഠിച്ചിരുന്ന ടോമി ഒരപ്പാനിൽ എന്ന് പറഞ്ഞ എൻ്റെ ഇടവകാംഗമാണ്. അദ്ദേഹത്തിൻ്റെ വലിയ പ്രോത്സാഹനം, ഒരു ആത്മീയ ജീവിതം നയിക്കുന്നൊരു മകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രോത്സാഹനം എനിക്ക് കിട്ടി. അതുപോലെ എൻ്റെ സഹപ്രവർത്തനായിരുന്ന കാരിപ്പള്ളി ഇടവകയിലെ മുഖ്യ വിശ്വാസ പരിശീലനായ പ്രധാനാധ്യാപകനായ ബേബി ആയിലൂർ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് എൻ്റെ കൂടെ ജോലിയിലുണ്ടായിരുന്നു. അദ്ദേഹം ഈ കാര്യം അറിയിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ഏറ്റവും നല്ലൊരു തീരുമാനമാണ്, ഏറ്റവും ചേർന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്, ഏറ്റവും നല്ലൊരു തീരുമാനമാണ്, മുന്നോട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ആ 2 വ്യക്തികളാണ് എന്നെ ദൈവവിളിയുടെ വഴികളിൽ എന്നെ ഏറെ സഹായിച്ചെന്ന് പറയാൻ, എന്നെ പ്രോത്സാഹിപ്പിച്ച, എന്നെ ഒരിക്കലും പിന്തിരിപ്പിക്കാത്ത 2 സുഹൃത്തുക്കൾ അവരാണ്. എന്നാൽ മറ്റു സുഹൃത്തുക്കൾ, എനിക്ക് വലിയൊരു സുഹൃത്ത് പോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അവരെല്ലാം എന്നെ ആവുന്ന വിധം, എൻ്റെ കുടുംബാംഗങ്ങൾ മാത്രമല്ല എൻ്റെ കൂട്ടുകാർ വരെയും പറഞ്ഞു, നിന്നെ കല്ലെറിഞ്ഞ് നിന്നെ കല്ലെറിയുമെന്ന് വരെയും പറഞ്ഞു, ഇങ്ങനൊരു തീരുമാനം നീ എടുത്താൽ. എന്നിട്ട് ഞാൻ ഈ കൂട്ടുകാരുടെയൊക്കെ പിന്തുണയോടുകൂടി ഈ വീട്ടിൽ ഈ കാര്യം അറിയിച്ചു. വീട്ടുകാർ എതിർത്തെങ്കിലും അവരന്ന് കണ്ണുനീരോടുകൂടിയാണ് എന്നെ സെമിനാരിൽ ചേരാൻ സമ്മതിച്ചത്. പക്ഷേ സെമിനാരിൽ ചേർന്ന് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ചപ്പാടുകൾ അവരെല്ലാവരും തിരുത്തുകയും എനിക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും പ്രാർത്ഥനകളും ഒരുപാട് എന്നെ വളർത്തുവാൻ വേണ്ടി ശ്രമിച്ചു. പ്രത്യേകിച്ച് ഞാൻ ഒരു പൗരോഹിത്യത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഞാനൊരു അഭിമാന വിഷയമായി, ഒരു സന്തോഷ വിഷയമായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവരെല്ലാവരും അതിനെ ഇപ്പോൾ അംഗീകരിക്കുകയും എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷകളെ ആദരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറയാം. എത്ര വയസ്സുള്ളപ്പോഴാണ് സെമിനാരിയിലേക്ക് എത്തുന്നത്? ഞാൻ എൻ്റെ വിവാഹാലോചനകൾ തുടങ്ങിയിരുന്നു ഞാൻ പറഞ്ഞല്ലോ. ഏതാണ്ട് 28 വയസ്സ് ആകുമ്പോഴാണ്, 27 വയസ്സ് കഴിഞ്ഞ് 28-ൽ പ്രവേശിച്ചു കഴിഞ്ഞാണ് ഞാൻ സെമിനാരിയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു ആള് പുതിയതായിട്ട് ഒരു വിദ്യാർത്ഥി സെമിനാരിലെത്തി വൈദികനാകുന്ന പ്രായം. അതെ, ആ പ്രായത്തിൽ എൻ്റെ പ്രായക്കാർ, എൻ്റെ ബാച്ചുകാരെല്ലാം ആ വർഷം പട്ടം ഏറ്റു. ഓക്കെ, അങ്ങനെ ചെല്ലുമ്പോൾ ഇപ്പോൾ ആ സമയത്ത് അച്ഛൻ ചെല്ലുമ്പോൾ പ്രായ വ്യത്യാസമുണ്ട് സെമിനാരിൽ, മറ്റുള്ള കുട്ടികളായിരിക്കാം, അച്ഛന് 28 വയസ്സുണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ആ സമയകാലം? മാനസാന്തരം, എനിക്ക് ലഭിച്ച മാനസാന്തരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവരോട് പോലും ഒരേ നിലപാടിൽ എനിക്ക് പെരുമാറാനും ഇടപെടുവാനുള്ള ഒരു കഴിവ് ദൈവം അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഇന്നും അതേപോലെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും എന്നോട് വളരെ പ്രിയമാണ്. അവർ എന്നെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ കയ്യിലേക്ക് ചാടി വരാൻ, അമ്മമാരുടെ കയ്യിൽ നിന്ന് ചാടി വരാനുള്ള താല്പര്യമുണ്ട്. പ്രായമായ അമ്മമാർക്കും എന്നോട് വളരെ പ്രിയമാണ്. എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ എന്നോട് ഒരു അടുപ്പമുണ്ട്. മാനസാന്തരത്തിന്റെ സമയത്തുണ്ടായൊരു മാറ്റം. സെമിനാരിൽ ഉണ്ടായിരുന്നവരും പോലീസാണല്ലോ. ഞാൻ 27 വയസ്സുകാരും 15 വയസ്സുകാരുമാണ്. 28 30 ഒരാളും, അതുപോലെ 15, എൻ്റെ നേരെ പകുതി പ്രായം, 3-1 വെയിറ്റ്. അന്ന് എനിക്ക് 88 കിലോ ഉണ്ടായിരുന്നു. അവര് 28 കിലോ മുതൽ അങ്ങോട്ടുള്ളവരാണ് എല്ലാവരും. 27, 28, 30 അത്രയേ ഉള്ളായിരുന്നുള്ളൂ അവരൊക്കെ വെയിറ്റുകൾ. അപ്പോൾ നേരെ 3 ഇരട്ടി വലിപ്പവും ഇരട്ടി പ്രായവും ഒക്കെ ഉണ്ടായിരുന്നിട്ടും അവരോടെല്ലാം വളരെ
ഇടപെടുവാനും അവരോട് കൂടെ കളിക്കാനും കൂട്ടുകൂടുവാനും കടലിൽ കുളിക്കുവാനും ഒരുമിച്ച് ഗെയിം കളിക്കാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. ആ പ്രായത്തിൻ്റെ അന്തരം അങ്ങനെ അവർക്ക് ഫീൽ ചെയ്ത് കാണും, പക്ഷെ എനിക്ക് അങ്ങനെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴാണ് ജോലി രാജിവെക്കുന്നത്? ജോലി രാജിവെക്കുന്നത് ഞാൻ പിതാവിനോട് ചോദിച്ചു. കാസറ്റ് ധരിച്ചു കഴിഞ്ഞ് ഞാൻ 3-ാം വർഷം കാസറ്റ്, 1 കൊല്ലം സെമിനാരിയും 2 വർഷം ഫിലോസഫി പഠനത്തിന് ശേഷം റീജൻസി ഇല്ലാതെ തന്നെ ഞാൻ ഉടുപ്പ് ധരിച്ച ദിവസം ഞാൻ പിതാവിനോട് ഇനി റിസൈൻ ചെയ്തോട്ടോ എന്ന് ചോദിച്ചു. പിതാവ് പറഞ്ഞു റിസൈൻ ചെയ്തോളാൻ സമ്മതിച്ചു. അങ്ങനെ അന്നാണ് 3-ാമത്തെ വർഷം കഴിഞ്ഞ ശേഷമാണ് ഞാൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു പിതാവിന് പോലും ഒരു സംശയം ഉണ്ടായിട്ടുണ്ടാവും. കാരണം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, അത് 6 വർഷം. പിതാവ് അത് രേഖപ്പെടുത്തിയിരുന്നു. ഇനി തീരുമാനം മാറുമോ ഇല്ലയോ, അപ്പോൾ ജോലി ഇല്ലാതാവല്ലോ, ജോലി നഷ്ടപ്പെടും, ഗവൺമെൻറ് ജോലിയല്ലേ, അത് നഷ്ടപ്പെട്ടില്ലല്ലേ, നമുക്കൊരു ഉറപ്പ് വന്ന ശേഷം ജോലി രാജിവെച്ചാൽ മതി എന്ന് പിതാവ് തന്നെയാണ് ഉപദേശം പറഞ്ഞത്. പിന്നീട് ഈ തിരുപ്പട്ട ദിവസത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരുന്നു അനുഭവം? ഇപ്പോൾ വീട്ടിൽ നിന്നായാലും ആ സമയത്ത് തിരുപ്പട്ടത്തിൻ്റെ ഞാനൊരു വൈദികനാണ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഞാൻ നാളെ മുതൽ ഒരു വൈദികനാകുന്നു എന്ന ഒരു സമയം, ആ തിരുപ്പട്ട ദിവസത്തിന് അല്ലല്ലോ പ്രാധാന്യം. ദൈവവിളി പ്രവേശിച്ച് സെമിനാരിൽ ചേർന്ന അന്ന് മുതൽ എന്നിൽ ക്രിസ്തു ഇങ്ങനെ രൂപപ്പെട്ട് വരുന്നുണ്ട്. പൗരോഹിത്യം ഒരു നിമിഷം കൊണ്ടല്ലല്ലോ നമ്മിലേക്ക് വരുന്നത്, അത് രൂപാന്തരം, നമ്മളിൽ വരുന്ന ഒരു രൂപാന്തരമാണല്ലോ. പൗരോഹിത്യത്തിലേക്ക് നിരന്തരമായൊരു വളർച്ചയാണല്ലോ. അത് ആ പട്ടം കിട്ടുന്ന നിമിഷത്തിൽ ആ അഭിഷേകങ്ങൾ ഉണ്ട് എന്നുള്ളതെങ്കിലും നമ്മൾ അതിനുവേണ്ടി നിരന്തരമായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തു ഇങ്ങനെ നമ്മൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണല്ലോ ഈ പൗരോഹിത്യം എന്ന് പറഞ്ഞാൽ. പൗരോഹിത്യത്തിൻ്റെ വിത്ത് എൻ്റെ കയ്യിൽ, എൻ്റെ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞ് ആ വിത്ത് മുളച്ച് വളർന്നാണല്ലോ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. അപ്പോൾ ആ ദിവസം തീർച്ചയായിട്ടും ആ കൈവെപ്പ് പ്രാർത്ഥനകളും അഭിഷേക ശുശ്രൂഷകളും നമുക്ക് നൽകുന്ന അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളുണ്ട്. എങ്കിൽ പോലും അതൊരു പ്രോസസ്സിലൂടെ നമ്മൾ പൗരോഹിത്യത്തിലേക്ക് എത്തിച്ചേരുകയാണല്ലോ ചെയ്യുന്നത്. ഈ അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, പൊതുജനങ്ങളുമായിട്ട് ഇടപെട്ടിരുന്നു, നിയമം നടപ്പിലാക്കാനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, നിയമം നടപ്പിലാക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ നിന്ന് വീണ്ടും ഒരു വൈദികനാകുന്നു. ഇവിടെയും വിശ്വാസികളെ അല്ലെങ്കിൽ പൊതുജനത്തോട് തന്നെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ നിയമം, ദൈവജനത്തിൻ്റെ നിയമമാണ് അച്ഛൻ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. രണ്ടും രണ്ട് വ്യത്യാസം. അതായത് പൊതുജനത്തെ നിയമം നടപ്പിലാക്കാൻ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒപ്പം നിയമം പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം അല്ലെങ്കിൽ നിയമം പഠിപ്പിക്കുന്ന ഒരു വൈദികനായി മാറുന്നു. ഇത് രണ്ടും അച്ഛന് കണക്ഷൻ ഉണ്ടായിരുന്നോ? അടിസ്ഥാനപരമായി എന്നിൽ ഒരു ക്രിസ്തു കുഞ്ഞുനാൾ മുതലേ ഉണ്ട്. ആ ഒരു ഘടകം, ആ ക്രിസ്തുവംശം എന്നിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഈ നിയമപാലകൻ എന്ന നിലയിൽ ശുശ്രൂഷകൾ നിർവഹിക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും എല്ലാം ക്രിസ്തുവിൻ്റെ ഒരു സ്പർശനം ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം ഒരു കാരുണ്യം, എല്ലാവരോടും ഒരു കാരുണ്യം, മറ്റ് പലരിലും ഉപരിയായിട്ട് ആ ഒരു പ്രത്യേകത എന്നിൽ ചെറുപ്പം മുതലേ വേരുപാകിയിരുന്നു. അതുകൊണ്ട് ഞാൻ ആ ഒരു കാരുണ്യത്തിൻ്റെ മുഖത്തോടു കൂടിയാണ് എല്ലാവരോടും ഇടപെട്ടിരുന്നത്. ഒരാളെ ആവശ്യമില്ലാതെ ഒരു ലത്തിച്ചാർജിൻ്റെ ഇടയിൽ പോലും ആണെങ്കിൽ പോലും ഒരാളെ അടിച്ച് പരിക്കേൽപ്പിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ദുഷ്കരമായൊരു കാര്യമായിരുന്നു. സമാനമായിട്ട് ഈ പൗരോഹിത്യത്തിലേക്ക് വരുമ്പോഴും നിയമത്തിൻ്റെ കാർക്കശ്യത്തിനേക്കാൾ ഏറെ ക്രിസ്തുവിൻ്റെ കാരുണ്യമാണ് ജനങ്ങളുമായി പങ്കുവെക്കാൻ എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളത്. ഒരിക്കലും നിയമത്തിൻ്റെ പേരിൽ ചെയ്യാൻ പറ്റുന്ന നന്മകൾക്ക് തടസ്സമാകാൻ ഞാൻ അനുവദിക്കാറില്ല. അത് പോലീസിലായിരുന്നപ്പോഴും നിയമത്തിൻ്റെ പേരിൽ ചെയ്യാവുന്ന നന്മകൾ അല്ലെങ്കിൽ കാരുണ്യം ചെയ്യാതിരുന്നില്ല. ഇപ്പോഴും സമാനമായിട്ട് പൗരോഹിത്യത്തിലും ചെയ്യാവുന്ന നന്മകൾ ചെയ്യുക, നിയമത്തിൻ്റെ പേരിൽ അത് ചെയ്യാതിരിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റാറില്ല. ഇതിനോട് കൂടെ തന്നെ ചേർന്ന് ചോദിക്കുകയാണെങ്കിൽ, അതായത് പോലീസ് ആയിരുന്നപ്പോൾ ഞാനത് കണക്ട് ചെയ്യുന്നുണ്ട്, കാരണം അച്ഛൻ അത്രയും വർഷം ആയിരുന്നപ്പോൾ കുറ്റവാളികളുമായിട്ടാണ് കൂടുതൽ ഒരു പക്ഷേ ഡീൽ ചെയ്തിട്ടുണ്ടാവുക അല്ലെങ്കിൽ തെറ്റ്. ഒരു വൈദികനായിരുന്നപ്പോൾ ആകുമ്പോൾ ഒരുപക്ഷെ വിശ്വാസികൾ പാപികളൊക്കെയാണ് കുമ്പസാരിക്കാൻ വരുന്നത്, അങ്ങനെയുള്ളവരെ ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. എങ്ങനെയാണ് ഇത് രണ്ടുമായി കാണുന്നത്? വേർതിരിവ്, സത്യത്തിൽ അങ്ങനെ ഒരു വേർതിരിവിൻ്റെ പോലും ആവശ്യമില്ല. ഈ കുറ്റവാളികൾ എന്ന് പറയുമ്പോൾ പോലും അവർ കൂടുതൽ ക്രിസ്തുവിൻ്റെ കാരുണ്യവും സ്നേഹവും അർഹിക്കുന്നവരാണ്. ഞാൻ കേരളത്തിലെ എല്ലാ ജയിലുകളിലും ജയിൽ മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് കുറ്റവാളികളുമായിട്ട് ബന്ധപ്പെട്ടു. ഈ സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ അങ്ങനെ ബന്ധപ്പെടാറുണ്ടായിരുന്നു. അതിനു മുമ്പ് പലരെയും ജയിലിലേക്ക് കൊണ്ടുപോവുകയും കോടതിയിലേക്ക് കൊണ്ടുപോവുകയും പല കുറ്റവാളികളെയും കൊണ്ടുപോയി. ഇവരെല്ലാം ഒരുപോലെ കാരുണ്യം അർഹിക്കുന്നവരാണ്. സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് പലരും അങ്ങനെ കുറ്റവാളികളായി തീർന്നിരിക്കുന്നത്. അവരെല്ലാം ക്രിസ്തുവിൻ്റെ കാരുണ്യം ആഗ്രഹിക്കുന്നവരും അർഹിക്കുന്നവരുമാണ്.
ഈ നമ്മൾ കുറ്റവാളികളല്ല എന്ന് പറയുന്ന വ്യക്തികളോട് നമ്മൾ അടുത്തിടപെടുമ്പോൾ അവർ പിടിക്കപ്പെടാതിരിക്കുന്നത് കൊണ്ട് മാത്രം നിയമത്തിന് മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ ഹാജരാകുന്നില്ല. അവരിലും കുറ്റകൃത്യങ്ങളും അനേകം വർഷങ്ങൾ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട പല വിശ്വാസികളും ഭക്തരും നമുക്ക് അങ്ങനെയുള്ളവരും ഉണ്ടെന്ന് നമ്മൾ അറിയണം. അങ്ങനെ ആ വേർതിരിവ് തന്നെ കുറ്റവാളികൾ അല്ലെങ്കിൽ കുറ്റം ചെയ്യാത്തവരെന്നുള്ള വേർതിരിവ് പോലും ഒരു പക്ഷേ ക്രിസ്തുവിന് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഈ വൈദിക ജീവിതത്തിൽ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളി അച്ഛന് ഇത് വെല്ലുവിളി അങ്ങനെ തോന്നിയ ഏതെങ്കിലും ഒന്ന് അനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ? നിരന്തരം നമ്മൾ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ കാരുണ്യം, ക്രിസ്തുവിൻ്റെ അസാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണല്ലോ ഓരോ പൗരോഹിത്യം. ക്രിസ്തുവിനെയാണല്ലോ ഓർമ്മപ്പെടുത്തേണ്ടത് ഓരോ പുരോഹിതനും. അത് പലപ്പോഴും നമുക്ക് ഈ സഭയുടെ നിയമവ്യവസ്ഥകൾ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളുടെ സമൂഹത്തിലെ ചില പൊതുവായ സമൂഹത്തിൻ്റെ ഒരു പൊതുഘടന ഇതെല്ലാം വെച്ചുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ക്രിസ്തുവിന് ആ കാലഘട്ടത്തിൽ ഉണ്ടായ ആ കാലഘട്ടത്തിലെ പൗരോഹിത്യത്തിന് മുകളിൽ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ഉയർന്നു നിന്നതാണ്. പക്ഷേ നമുക്ക് കാലഘട്ടത്തിലൂടെ പൗരോഹിത്യം കടന്നുപോയപ്പോൾ പലപ്പോഴും നമുക്ക് ആ പൗരോഹിത്യത്തിൽ ഏതൊന്നിലും അടിഞ്ഞുകൂടുന്ന ചില ദുരവസ്ഥകളുണ്ടല്ലോ. അത് നമ്മുടെ പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്നതിൻ്റെ പേരിൽ നമുക്ക് ചിലപ്പം ആ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തെ പൂർണ്ണതയിൽ ആവിഷ്കരിക്കാൻ പറ്റാതെ വരുന്നുണ്ട്. ഒരു ഇടവയിലായിരിക്കുമ്പോൾ നമുക്ക് പല ഉദാഹരണത്തിന് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതെല്ലാം നമുക്ക് ചെയ്തു തീർക്കേണ്ടതായ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിന് ഫണ്ട് നമുക്ക് വേണം. അല്ലെങ്കിൽ ചില കാർക്കശ്യത്തോടു കൂടി ചില തീരുമാനങ്ങൾ എടുക്കുകയും ചിലരോട് സംസാരിക്കുകയും ഇടപെടേണ്ടി വരുമ്പോൾ അത് ശരിക്കും അതാണ് ഞാൻ ഇന്നും പൗരോഹിത്യത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി. ഈ സംഭാവനകൾ കളക്ട് ചെയ്യുക, അത് പിന്നെ ചെലവിടുക, അതിനുവേണ്ടി ഈ ഫണ്ട് പലപ്പോഴും കണ്ടെത്താൻ വേണ്ടിയിട്ട് മനുഷ്യരെ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അസ്വസ്ഥതയുണ്ട്. അത് തന്നെ എല്ലാം കൊണ്ട് അലങ്കോലപ്പെടുത്താറുണ്ട്, മനസ്സിനെ അലങ്കോലപ്പെടുത്താറുണ്ട്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു അത് സഭയുടെ ഒരു ഘടന അനുസരിച്ച് ഒരുപക്ഷെ ദേവാലയം എല്ലാവർക്കും വേണം, ദേവാലയവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ വേണം. അവിടെ സാമ്പത്തികം വലിയൊരു പ്രശ്നമാകുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആളുകളെ നമ്മൾക്ക് സമീപിക്കേണ്ടി വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ചില ബുദ്ധിമുട്ടുകൾ അത് തന്നെ അല്ലാതെ എപ്പോഴും വിഷമിപ്പിക്കാറുണ്ട്. ക്രിസ്തുവിന്റെ പൗരോഹിത്യം മറ്റൊന്നാണ് അല്ലേ, അത് പാപികളുടെ കൂടെ ഒന്നുമില്ലായ്മയിൽ തന്നെ നടന്നു പോകുന്ന രണ്ട് ഇതായിട്ട് കാണും. ഇപ്പോൾ നേരത്തെ അച്ഛൻ സെമിനാരി ചേർന്ന സമയത്ത് പിതാവ് പറഞ്ഞു ജോലി രാജിവെക്കേണ്ട. അതൊരു പക്ഷേ പിതാവിൻ്റെ ഉള്ളിലും തോന്നലുണ്ടാവാം. കാരണം 28 വയസ്സായിരുന്നു, ജോലി 6 വർഷം പോലീസ് ഉദ്യോഗസ്ഥൻ, അതും രണ്ടും ഒരു സെമിനാരി ലൈഫും പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലൈഫും ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു പക്ഷേ നിൽക്കാൻ സാധ്യതയില്ല, പോകുമായിരിക്കാം എന്ന് പിതാവിന് തോന്നിയതുകൊണ്ടായിരിക്കാം പിതാവ് ജോലി രാജിവെക്കേണ്ടെന്ന് പറഞ്ഞത്. ആ ഒരു തീരുമാനത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ അച്ഛൻ സെമിനാരി ലൈഫിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെനിക്ക് പറ്റുന്നില്ല, കാരണം വേണ്ട അല്ലെങ്കിൽ ഇതെനിക്ക് ശരിയാവില്ല എന്ന് തോന്നി അവസാനിപ്പിക്കാൻ തോന്നിയായിരുന്നു? ഞാനാകെ ബുദ്ധിമുട്ടിയത് ഈ സെമിനാരി പരിശീലന കാലഘട്ടങ്ങളിൽ ഞാൻ പ്രയാസപ്പെട്ട ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഫിലോസഫിയിൽ ചില വിഷയങ്ങൾ ഞാൻ തോറ്റു. അപ്പോൾ റീ എക്സാം എഴുതേണ്ടതായ സാഹചര്യത്തിൽ അച്ഛന്മാരെ അഭിമുഖീകരിച്ചപ്പോൾ അച്ഛന്മാർ പറഞ്ഞു ഗ്രാജുവേറ്റാണ്, പോലീസാണ്, ഇതിൻ്റെ എല്ലാം പേരിൽ അച്ഛനാവാമെന്നുള്ള ധാരണ വേണ്ട, കൃത്യമായിട്ട് ഫിലോസഫിയും തിയോളജിയും പഠിക്കാമെങ്കിൽ മാത്രം അച്ഛനാവാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു അറിവ് കിട്ടിയപ്പോൾ ഇതെന്നെക്കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമോ, ഈ ഫിലോസഫി ഞാൻ വീണ്ടും പരാജയപ്പെടുമോ? അത് ലാംഗ്വേജ് പഠിക്കാൻ വളരെ ക്ലാഷ് ഉണ്ടായിരുന്നു, വിദേശ ലാംഗ്വേജുകൾക്ക് നമ്മൾ കുറച്ചൊക്കെ പഠിക്കണമല്ലോ. അങ്ങനെ ഈ പഠനത്തിൻ്റെ പരീക്ഷകളിൽ ചിലതൊക്കെ തോറ്റപ്പോൾ തിരിച്ചു പോയാലോ എന്നൊരു ചിന്ത ഹൃദയത്തിലേക്ക് ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. അന്ന് ജോലി രാജിവെച്ചിട്ടുമില്ലായിരുന്നു, തിരിച്ച് ചെല്ലാനും പറഞ്ഞ് മെമ്മോകൾ വരാറുമുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലിങ്ങനെ തോന്നി ഇതെന്നെക്കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റുമോ, രണ്ടുമില്ലാതെ ജോലി നഷ്ടപ്പെടും, അതുപോലെ അച്ഛനാകാനും ഒരു പുരോഹിതനാകാനും സാധിക്കാത്ത ഒരു അവസ്ഥ വരുമോ എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലിങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ചിന്തിച്ചു വന്നു. പക്ഷേ ഒരിക്കലും ഞാൻ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ പൗരോഹിത്യത്തിലേക്ക് എത്തുമോ എത്താതിരിക്കുമോ എന്നുള്ളതിനേക്കാൾ എല്ലാം ഉപരിയായിട്ട് എൻ്റെ ജീവിതം ക്രിസ്തുവിന് വേണ്ടി ഞാൻ എടുത്ത തീരുമാനം, എന്നെ വീണ്ടെടുത്തത്, എന്നെ രക്ഷിച്ചത് ക്രിസ്തു ആണെങ്കിൽ
എനിക്ക് വേണ്ടി മരിച്ചത് ക്രിസ്തുവാണെങ്കിൽ ഞാൻ ഇനി ജീവിക്കുന്ന ക്രിസ്തുവിന് വേണ്ടിയാണെന്നുള്ള ഒരു തീരുമാനമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ വന്നത്. അപ്പോൾ ആ തീരുമാനം നിലനിൽക്കുന്നിടത്തോളം കാലം അച്ഛനാകുമെന്നോ ഇല്ലയോ എന്നുള്ളതല്ല, എൻ്റെ ശിഷ്ടായുസ് ഞാൻ ക്രിസ്തുവിന് വേണ്ടി ചെലവിടും എന്നുള്ള തീരുമാനം എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് എനിക്കൊരിക്കലും അങ്ങനെ ആശങ്കകൾ വളരെ കുറവായിരുന്നു. ഞാൻ എങ്ങനെ ജീവിച്ചാലും അത് ക്രിസ്തുവിന് വേണ്ടി മാത്രമായിരിക്കും എന്നുള്ളൊരു വേർതിരിവ് ക്രിസ്തുവിന് വേണ്ടി ഞാൻ എൻ്റെ മനസ്സിൽ നടത്തിയായിരുന്നു. അതുകൊണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയൊരു ആശങ്കകൾ ഒരിക്കലും ഞാൻ നേരിട്ടിട്ടില്ല. ഇപ്പോൾ വൈദികനായാലും ഇനി അതല്ലെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ജീവിതം, അല്ലെങ്കിൽ ക്രിസ്തു അത് ജീവിതം എൻ്റെ നേട്ടം എന്നൊരു ചിന്തയിലേക്ക് അച്ഛൻ വന്നത്. ഇനിയിപ്പോൾ അച്ഛൻ അവസാനമുണ്ട് ഒരു കാര്യം, അതായത് പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നപ്പോൾ നമുക്കറിയാം ആ ഒരു ലൈഫ് ടെൻഷൻ ഉണ്ടെങ്കിലും അധികാരം കൈകളുണ്ട്, അധികാര ചിഹ്നങ്ങളുണ്ട്, ഒരു യൂണിഫോം ഉണ്ട്, മറ്റൊരു സംതൃപ്തിയാണ്. ഒന്ന് ഗവൺമെൻറ് ജോലിയാണ്. എപ്പോഴും ഒരു ഗവൺമെൻറ് ജോലി കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും എല്ലാ യുവാക്കളുടെ വലിയ സ്വപ്നമാണ്. അത്തരത്തിൽ അതിനുശേഷം പുരോഹിത ജീവിതം, അച്ഛന് ഇതിനകത്ത് സംതൃപ്തി. ഈ പുരോഹിത ജീവിതത്തിൽ ഇപ്പോൾ അച്ഛൻ 22 വർഷങ്ങൾ അല്ലേ, പുരോഹിതനായിട്ട് 22 വർഷങ്ങളാവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സംതൃപ്തി അച്ഛനൊക്കെ? ഇത് രണ്ടും ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് തീർച്ചും ഒരു ഡിസിപ്ലിൻ, അച്ചടക്കമില്ലാത്ത ഒരു ജീവിത ശൈലിയിലൂടെയാണ് ഞാൻ ചെറുപ്പകാലങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് പ്രായത്തിലൊക്കെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ആ പോലീസ് ട്രെയിനിങ് എനിക്ക് ജീവിതത്തിന് വളരെ ഡിസിപ്ലിൻ, അച്ചടക്കം എൻ്റെ ജീവിതത്തിൽ ഉളവാക്കി. അതെനിക്ക് വളരെ അനുഗ്രഹപൂർണ്ണമായി എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ SLC കഴിഞ്ഞ് എല്ലാവരും സെമിനാരിൽ ചേരുന്ന പോലെ സെമിനാരിൽ ചേരുന്ന ഞാൻ പരിശീലനം നടത്തിയാൽ എനിക്കൊരു പുരോഹിതനാകുമോ എന്ന് ഉറപ്പില്ല. ഇനി ആയാൽ തന്നെ ഏത് പ്രകാരമുള്ളൊരു അച്ഛനാകാൻ പറ്റും എന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഈ പരിശീലനത്തിന് ശേഷം, ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയ ശേഷം ഞാൻ ഈ സെമിനാരിൽ ചേർന്നും പുരോഹിതനായതും എനിക്കൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഒരുപാട് ഒന്നാമത് ക്ലേശങ്ങളും ത്യാഗങ്ങളും ട്രെയിനിങ് കാലത്തെ പരിശീലന കാലഘട്ടത്തിലെ കഠിനമായ പരിശീലനവും ത്യാഗങ്ങളും അതെല്ലാം എനിക്ക് മുതൽക്കൂട്ടായി, ഭാവി ജീവിതത്തിന് മുതൽക്കൂട്ടായി. ഒപ്പം ഒരു ഡിസിപ്ലിൻ, ജീവിതത്തിനൊരു അച്ചടക്കം കൈവന്നു. പിന്നെ ഒരു ശാരീരിക പരിശീലനത്തിലൂടെ നമുക്ക് ചില ശാരീരിക നിയന്ത്രണങ്ങൾ നമുക്ക് ലഭിച്ചു. പിന്നെ അതുകൊണ്ട് പൗരോഹിത്യം കൂടുതൽ ആസ്വാദികരമായി ജീവിക്കാൻ, അച്ചടക്കത്തോടു കൂടി ജീവിക്കാൻ ഇന്ന് കഴിയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതവും ജനത്തിന് അനേകം നന്മ ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതം തന്നെയാണ്. എന്നാൽ അവിടെ നമുക്കൊരു പരിമിതിയുണ്ട്. ലിമിറ്റഡായ വ്യക്തികൾക്ക്, ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കുടുംബം, ഒരു ജീവിത പങ്കാളി, 1, 2, 3 കുഞ്ഞുങ്ങൾ, ഒരു വീട്, അവിടെ നമ്മുടെ ജീവിതം അവിടെ ഒതുങ്ങും. എന്നാൽ ഇന്ന് ഞാനൊരു വൈദികനായി 22 വർഷക്കാലത്തെ ശുശ്രൂഷ കൊണ്ട് ഞാൻ അനേകം വീടുകൾ, അനേകം പേർക്ക് ഭവനങ്ങൾ പണിതു കൊടുക്കാൻ പറ്റി, അനേകം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ പറ്റി, അനേകം പേർക്ക് ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കാൻ പറ്റി. അങ്ങനെ ജീവിതത്തെ വിശാലമായിട്ട് കുറേയും കൂടെ വളർത്തി ജീവിതത്തിനെ കൂടുതൽ മികവുള്ളതും അനേകർക്ക് നന്മയാക്കി തീർക്കുവാനും ഈ പൗരോഹിത്യ ജീവിതം കൊണ്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഒന്ന് ലിമിറ്റഡ് ഏരിയയിൽ ഒതുങ്ങുന്ന ജീവിതമായിരുന്നു. എന്നാൽ പൗരോഹിത്യത്തിൻ്റെ അനന്ത വിശാലതകളിലൂടെ എൻ്റെ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മേലധികാരികൾക്ക് സല്യൂട്ട് കൊടുത്തിരുന്ന ഒരു തലത്തിൽ നിന്ന് ദൈവപുത്രൻ ഈശോയ്ക്ക് സല്യൂട്ട് കൊടുക്കേണ്ട ആ ഒരു തലത്തിലേക്ക് ദൈവം ഉയർത്തി അല്ലേ നേരിട്ട്? ഈ പോലീസ് ട്രെയിനിങ്ങിൽ അല്ലെങ്കിൽ പോലീസ് മേലുദ്യോഗസ്ഥന്മാരോട് എപ്പോഴും എനിക്കൊരു ആദരവ്, ബഹുമാനവും ഹൃദയത്തിലുണ്ടായിരുന്നു. അവർ നമ്മളെ പണിഷ് ചെയ്യുന്നതാണ്. ഇപ്പം ട്രെയിനിങ് സമയത്ത് അവർ പണിഷ് ചെയ്യുമ്പോഴും അവരോട് വലിയൊരു ആദരവും, അധികാരികളോട് എനിക്ക് പണ്ട് മുതലേ ഒരു ആദരവും ബഹുമാനവും ഉണ്ടായിരുന്നു. അതിന്ന് പൗരോഹിത്യത്തിലും അതെനിക്ക് വളരെ ഗുണകരമായി. എൻ്റെ മേലധികാരികളോട്, എന്നെക്കാൾ സീനിയറായ വൈദികരോടും മേലധികാരികളോടും സഭാധികാരികളോടും ഒക്കെ ഒരു ഹൃദയത്തിൽ എപ്പോഴും ഒരു തികഞ്ഞ ആദരവും ബഹുമാനവും അനുസരണവും എനിക്ക് ലഭിക്കുവാനും ഈ ട്രെയിനിങ് കാലത്തെ ആ അനുസരണവും ആ ശീലവും എനിക്ക് സഹായിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഒന്ന് ലൗകികമായ ജീവിതത്തിൻ്റെ ഒരു അതിപ്രസരം, ഒപ്പം വിശ്വാസ ജീവിതത്തിലേക്ക് തിരിയുന്ന ആളുകളിൽ വളരെ എണ്ണം കുറയുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തെ ഈ ഒരു സാമൂഹ്യ മാധ്യമങ്ങളുടെയൊക്കെ ഒരു കൂടുതൽ വരുമ്പോൾ വിശ്വാസം ചിലപ്പോഴൊക്കെ ചോദ്യചിഹ്നം പോലെയൊക്കെ വരുന്നു.
അത്തരത്തിലൊരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. അത്തരത്തിൽ ഉള്ള ആ സമയത്ത് അച്ഛനിപ്പോൾ വിശ്വാസികളോട് അല്ലെങ്കിൽ സഭ എടുക്കേണ്ട നിലപാട് എങ്ങനെയായിരിക്കണം? അച്ഛൻ അത്തരത്തിലൊരു ലൈഫിൽ നിന്നാണ് ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പൗരോഹിത്യ കടന്നു വന്നത്. അതുകൊണ്ട് കൂടിയാണ് ആ ഒരു ചോദ്യം അച്ഛനോട്. നമുക്കറിയാം, ചരിത്രത്തിന് ഒരു ഗതിയുണ്ട്. ചരിത്രത്തിൽ നിന്നും നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നവരല്ല, ചരിത്രം ആവർത്തിക്കപ്പെടുന്നതാണ്. എല്ലാ രാജ്യങ്ങളുടെ ചരിത്രം, വികസിത രാജ്യങ്ങളുടെയൊക്കെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ എല്ലാ ദേശങ്ങളും എല്ലാ മതവിഭാഗങ്ങളും കടന്നു പോയിട്ടുണ്ട്. ഇത് ഒരു അസാധാരണമായ ഒരു സംഭവമായിട്ട് ഇപ്പോഴുള്ള ഈ വിശ്വാസ പ്രതിസന്ധികൾ നമ്മൾ കണ്ടതായിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഉയർച്ചയും താഴ്ചയും സഭയുടെ ജീവിതത്തിൽ എല്ലാ കാലഘട്ടങ്ങളിലും എല്ലായിടത്തും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കേരള സഭയിൽ അല്ലെങ്കിൽ നമ്മൾ ഭാരത സഭയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വിശ്വാസ പ്രതിസന്ധികളെല്ലാം മറ്റ് രാജ്യങ്ങളിലെല്ലാം അവർ ഒരു കാലഘട്ടത്തിൽ നേരിട്ടതാണ്. അവിടുന്ന് ഒരുപക്ഷെ ചില രാജ്യങ്ങൾ വീണ്ടും എഴുന്നേറ്റ് വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ചിലതെല്ലാം താഴോട്ട് പുറകോട്ട് പോയതായിട്ടും കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ കാലത്തിൻ്റെ വളർച്ച, അതായത് ഈ സെക്കുലറിസം ഇങ്ങനെ വളർന്നു വരുന്നതിൻ്റെ ഒരു അതിപ്രസരം, ലോകത്തിൻ്റെ അതിപ്രസരം എല്ലായിടങ്ങളിലും ഉണ്ട്. അത് സ്വാഭാവികമായും വിശ്വാസത്തിൻ്റെ ഉറവക്കണ്ണികളെ അടച്ചു കളയുന്ന, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന പോലെ അബ്രഹാം പിതാവ് കുഴിച്ച കിണറുകളെല്ലാം ഫിലിസ്തീർ വന്ന് കല്ലും മണ്ണുമിട്ട് മൂട്ടിക്കളഞ്ഞു, അതിൻ്റെ ഉറവുകളെല്ലാം അടഞ്ഞുപോയി എന്ന് പറഞ്ഞതുപോലെ വിശ്വാസികളുടെ ശത്രുക്കളായി ലോകത്തിൻ്റെ അരൂപി വന്ന് ആ ഉറവക്കണ്ണികളെല്ലാം അടച്ചു കളയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളിപ്പോൾ വലിയൊരു ധ്യാനം കൂടി അല്ലെങ്കിൽ വലിയ ആത്മീയ ഉണർവോടുകൂടി പുറത്തേക്ക് ഇറങ്ങിയാലും നമ്മളൊന്ന് മൊബൈൽ ഫോൺ ഓപ്പൺ ആക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ വീണ്ടും ആ പരിശുദ്ധാത്മാവിൻ്റെ ഉറവുകളെല്ലാം നിമിഷങ്ങൾ കൊണ്ട് തന്നെ അടഞ്ഞു പോകുന്നൊരവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഈ കാലഘട്ടത്തിൻ്റെ മോഹങ്ങളിലും കാലഘട്ടത്തിൻ്റെ ഒഴുക്കിലും പെട്ടിരിക്കുന്ന യുവജനങ്ങളോ മറ്റുള്ളവരോ അങ്ങനെ ആകുന്നതിൽ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒന്നുമില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യം പോലെ നമ്മൾ കണ്ടാൽ മതി. അത് ഈ കാലഘട്ടത്തിൻ്റെ ഈ ചരിത്രത്തിൻ്റെ പ്രയാണത്തിൽ സ്വാഭാവികമായി സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യമാണ്. അതിന് അസാധാരണത്വം ഞാൻ കൽപ്പിക്കുന്നില്ല. പക്ഷേ അതിൻ്റെ എല്ലാം ഇടയിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവർ, ക്രിസ്തുവിനെ അറിയുന്നവർ, ആത്മാവിൽ വീണ്ടും ജന്മം പ്രാപിച്ചവർ നല്ല ആത്മീയ ജീവിതവും അതിൽ വലിയ ആനന്ദവും ആഹ്ലാദവും കണ്ടെത്തി ക്രിസ്തുവിലേക്ക് വരുന്നുണ്ട്. ആളുകളുടെ എണ്ണം കുറവായിരിക്കാം, പക്ഷേ ക്വാളിറ്റി വർദ്ധിക്കുന്നുണ്ട്. അവരുടെ ഇടയിൽ അങ്ങനെയുള്ളവരുടെ എണ്ണവും അതിൻ്റെ ക്വാളിറ്റിയും വർദ്ധിച്ചു വരുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ. അതോടൊപ്പം തന്നെ അച്ഛാ, ഇന്നത്തെ കാലഘട്ടത്തിൽ ലേറ്റ് വൊക്കേഷൻസ് ഒരുപാട് കൂടുന്നുണ്ട്. നേരത്തെ ഇപ്പോൾ അച്ഛൻ ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി വൊക്കേഷൻ, അതായത് ഒരുപക്ഷെ വലിയ ഉയർന്ന തരത്തിലുള്ളൊരു ജോലിയൊക്കെ ആയിരിക്കാം. അത്തരത്തിൽ ജോലി ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ആ ജോലിയുടെ ഇടയ്ക്ക് വെച്ച് ചിലപ്പോൾ ഡോക്ടറായിരിക്കാം, അത്തരത്തിൽ അതിനിടയ്ക്ക് വെച്ച് വൊക്കേഷനിലേക്ക് വരുന്ന ഒരുപാട് ലേറ്റ് വൊക്കേഷൻസ് ഇന്നത്തെ കാലഘട്ടത്തിൽ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ വൈദിക ജീവിതത്തിലേക്കോ സന്യാസ ജീവിതത്തിലേക്ക് കടക്കാനൊക്കെ വരുന്ന യുവജനങ്ങൾ ഒരുപക്ഷെ ഒരു സംശയം, ഇത് ഓക്കെ ആണോ, എൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടോ, ഞാൻ പോണോ വേണോ ഇന്ന് ചിന്തിച്ച് ഒരുപാട് പേര് അത്തരത്തിലും വരാതെ നിൽക്കുന്നൊക്കെ ഉണ്ടാവാം. അച്ഛനൊക്കെ ഈ ഒരു ഇതിലൂടെ കടന്നുപോയത് കൊണ്ട് എന്തായിരിക്കും അത്തരത്തിലുള്ള യുവജനങ്ങളോട് അച്ഛന് പറയാനുള്ളത്? നമ്മൾ ഒന്നാമതായിട്ട് അറിയേണ്ട കാര്യം, നമ്മൾ ദൈവത്തെ അല്ല തിരഞ്ഞെടുക്കുന്നത്, ദൈവം നമ്മളെയാണ് തിരഞ്ഞെടുക്കുന്നത്. ദൈവത്തിൻ്റെ വിളി നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല. യഥാർത്ഥമായ ഒരു വിളിയുണ്ടെങ്കിൽ പിന്നെ ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികളോ ഒന്നും അയാളെ ക്രിസ്തുവിൻ്റെ പിൻപറ്റുന്നതിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ തടസ്സമാകാൻ പറ്റുകയില്ല. ക്രിസ്തുവിൻ്റെ ആ വിളിക്ക്, ആ വചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. അത് നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം ആജ്ഞാശക്തിയുള്ളതാണ് കർത്താവിൻ്റെ വിളി എന്ന് പറഞ്ഞാൽ. ഞാൻ എൻ്റെ ദൈവവിളി എനിക്ക് എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി, എനിക്ക് ദൈവവിളി ഉണ്ടായപ്പോൾ അതിനെ ഞാൻ ഇല്ലായ്മ ചെയ്യാൻ, നഷ്ടപ്പെടുത്തി കളയാൻ വേണ്ടി ഞാൻ പല പ്രകാരത്തിൽ ശ്രമിച്ചു നോക്കി. പക്ഷേ ഒരിക്കലും അതിൽ നിന്ന് എന്നെ ക്രിസ്തുവിൻ്റെ പിടുത്തം വിടുവിക്കാൻ പറ്റാത്ത വിധം അത്രമാത്രം അവൻ എന്നെ മുറുകെ പിടിച്ചു. എനിക്കൊരിക്കലും അവൻ്റെ ആ പിടുത്തത്തിൽ നിന്ന് കുതിരി മാറാൻ പറ്റിയിട്ടില്ല. യഥാർത്ഥമായ ഒരു വിളിയുള്ള ഒരു വ്യക്തിക്ക് കാലഘട്ടത്തെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ നടക്കുന്ന മറ്റു കാര്യങ്ങളോ പൗരോഹിത്യത്തിലോ സന്യാസത്തിലോ ഉണ്ടായ ചില ജീർണതകളെയോ ഒന്നും അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയില്ല. എന്തായാലും അവസാനമായിട്ടുള്ള ചോദ്യം, അതായത് 22 വർഷത്തെ അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതം, ഈ പൗരോഹിത്യ ജീവിതത്തിൽ നിന്നുകൊണ്ട് അച്ഛന് വിശ്വാസികളോടും ഒപ്പം നമ്മുടെ പ്രേക്ഷകരോടും അച്ഛന് പറയാനുള്ളത് എന്താണ്? ഞാൻ ഈ 2 നിലയിൽ ജീവിച്ച വ്യക്തി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്, ക്രിസ്തു നൽകുന്ന ആനന്ദം, ക്രിസ്തുവിനെ കണ്ടെത്തി ഒരാൾ സ്വന്തമാക്കുന്ന ആനന്ദം, അത് ഈ ലോകത്തിലെ മറ്റൊന്നിനും നമുക്ക് നൽകാൻ കഴിയില്ല. യഥാർത്ഥമായ ആനന്ദം, ഞാൻ മദ്യത്തിൻ്റെ ലഹരി ജീവിച്ചിരുന്നു, പക്ഷേ യഥാർത്ഥമായ ലഹരി ഞാൻ അനുഭവിക്കുന്നത് ക്രിസ്തുവിനെ കണ്ടെത്തിയ ശേഷമാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൈവരുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യം
ക്രിസ്ത്യാനി ആയിരിക്കുക എന്നുള്ളതല്ല, ഒരു നാമമാത്ര ക്രിസ്ത്യാനി ആയിരിക്കുന്നതുകൊണ്ട് ഈ ആനന്ദം ലഭിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നുമില്ല, പറയുന്നുമില്ല. പക്ഷേ ഒരാൾ ക്രിസ്തുവിനെ കണ്ടെത്തി അയാളെ രക്ഷകനും കർത്താവും നാഥനും ആയി സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അതിൽ കൂടുതൽ ഒരാൾക്ക് കൈവരാവുന്നതിൽ വെച്ച് ഒരു ആയുസ് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യമാണ് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത്. അതിൻ്റെ ഒരു പടി കൂടി ഉയർന്ന സന്തോഷമാണ് ക്രിസ്തുവിന് വേണ്ടി ജീവിതം അർപ്പിക്കുക, ശിഷ്ടായുസ് മുഴുവൻ കർത്താവിന് വേണ്ടി സമർപ്പിക്കുക. എനിക്ക് വേണ്ടി മരിച്ച ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ശിഷ്ടായുസ് സമർപ്പിക്കുക എന്നുള്ളത്, അതിൽ പരം നമുക്ക് ആനന്ദം പകരുന്ന മറ്റൊരു കാര്യമില്ലെന്നാണ് എനിക്ക് ഈ വിളി സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്നവരോടും ഈ വിളി സ്വീകരിച്ചവരോടും വിശ്വാസികളോടും പറയാനുള്ള ഏക കാര്യം. ഓക്കെ അച്ഛാ, എന്തായാലും ഒരുപാട് ആത്മീയമായൊരു അനുഭവമാണ് അച്ഛൻ്റെ ഈ ഒരു ജീവിത സാക്ഷ്യം ഞങ്ങൾക്ക് നൽകിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്നും അൾത്താരയിലേക്കും അതുപോലെ പോലീസ് സ്റ്റേഷനിലെ ആ ഒരു കസേരയിൽ നിന്ന് കുമ്പസാരക്കൂട്ടിലേക്കുള്ള കസേരയിലേക്ക് അച്ഛൻ നടന്നു വന്ന ആ ആത്മീയ വഴി, അച്ഛൻ പിന്നിട്ട ആ ആത്മീയ വഴിയാണ് അച്ഛൻ ഇത്ര നേരം നമ്മളുമായി പങ്കുവെച്ചത്. അച്ഛൻ്റെ ആത്മീയ അനുഭവങ്ങൾ, ജീവിത സാക്ഷ്യങ്ങൾ ഞങ്ങളുമായും ഒപ്പം തന്നെ നമ്മുടെ ഗുഡ്നസിൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി അച്ഛാ. താങ്ക് യു.